ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും പപ്പടം നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊന്ന് പപ്പടം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ നോക്കാം. സാധാരണ മിക്ക വീഡിയോയിലും പറയുന്നത് പോലെ പപ്പടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പപ്പടത്തിന്റെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അത് കൈകൊണ്ട് നല്ല ബലം കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ പപ്പടം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വരുള്ളൂ. പപ്പടം ഉണ്ടാക്കിയെടുക്കുന്നത് ഉഴുന്നും സോഡാപ്പൊടിയും നല്ലെണ്ണയും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടിയും ചേർത്തിട്ടാണ് പപ്പടം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഉഴുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ഗ്രാം ഉഴുന്നാണ്. 1/2 കപ്പ് ഉഴുന്നെടുക്കുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 9-10 ടീസ്പൂൺ വെള്ളം ചേർക്കണം, ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ സോഡാപ്പൊടി വേണം. പിന്നെ വേണ്ടത് നല്ലെണ്ണയാണ്. ഇത് കുഴച്ചെടുക്കുന്നത് നല്ലെണ്ണയിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ വേണം. പിന്നെ പപ്പടത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പപ്പടത്തിന് കുറച്ച് ഉപ്പ് കൂടുതലുണ്ടായിരിക്കണം, അപ്പോഴായിരിക്കും പപ്പടത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഉഴുന്ന് മിക്സിയിൽ ഇട്ടിട്ട് നല്ല നൈസ് പൊടിയായിട്ട് പൊടിച്ചിട്ട് എടുക്കണം, ഒട്ടും തരി പാടില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ പപ്പടം ആക്കാന്ന്. ഈ പപ്പടത്തിൻ്റെ മാവ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ഒരു മരത്തിൻ്റെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. അത് സാധാരണ ഒരു മരത്തിൻ്റെ ഒരു പാത്തിയിൽ വെച്ചിട്ടാണ് അത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സാധാരണ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമായിരുന്നാലും മതി. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ എടുത്തത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്ന് ഒട്ടും തരിയില്ലാണ്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തരി പാടില്ല. പൊടിച്ചെടുത്തേക്കണ പൊടി ഈ പാത്രത്തിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പും ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വെള്ളം ഒട്ടും കൂടുകയും ചെയ്യരുത് കുറയുകയും ചെയ്യരുത്. വെള്ളം കുറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ ഇത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തി പരത്തിയെടുക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒട്ടും നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിലും ഇത് ശരിയായിട്ട് വരില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 10 ടീസ്പൂൺ വെള്ളം ചേർക്കുക. ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് കുഴയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണയും കൂടിയും ചേർക്കണം. ഇത് ഉഴുന്നായതുകൊണ്ട് ഇത് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കണ പോലെ ഗോതമ്പ് പൊടിയുടെ പോലെ അത്രയ്ക്ക് സോഫ്റ്റായിട്ട് ഇരിക്കില്ല. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്, കാരണം ഇത് ഉഴുന്നായതുകൊണ്ട് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ചേർക്കുക. മാവ് ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുറച്ചെടുക്കണ പോലെ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കൗണ്ടർ ടോപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചിട്ട് കുഴച്ചെടുക്കുക. കാരണം ഇത് കൈ കൊണ്ട് അമർത്തി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. ഞാനിവിടെ നമ്മൾ ഉള്ളിയൊക്കെ ചതച്ചെടുക്കണ കല്ലും കൊണ്ടാണ് ഏറ്റവും ആദ്യം നന്നായിട്ട് ഇടിച്ചിട്ട് പരത്തിയെടുക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇതേപോലത്തെ ഉള്ളി ചതയ്ക്കണ ഒരു കല്ലും കൊണ്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പിന്നെയും നന്നായിട്ട് പരത്തിയെടുക്കണം. ഇങ്ങനെ ഇടിച്ചെടുക്കുമ്പോൾ സൈഡൊക്കെ നന്നായിട്ട് കനം കുറയ്ക്കണം.
അപ്പോൾ ഞാനിത് ഇവിടെ ഒരു 12 പ്രാവശ്യം ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഇടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആവാനുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് അമർത്തിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് വലിച്ച് നല്ല സോഫ്റ്റ് ആക്കണം. വിട്ട് പോരിങ്ങനെ ഓരോ പീസുകൾ കുഴപ്പമില്ല. അത് ഈ മാവിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെച്ചിട്ട് കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ അമർത്തി കുഴയ്ക്കാം. നന്നായിട്ട് കുഴച്ചാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പപ്പടം കിട്ടുള്ളൂ. അത് കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിങ്ങനെ നീളത്തിൽ നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഇട്ട് അതിങ്ങനെ കൂട്ടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ തിരിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല കനം കുറഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നീണ്ടു വരും. അതിങ്ങനെ രണ്ട് കൈയും വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അത് നല്ല കനം കുറഞ്ഞിട്ട് വരണം. ഇത് സെൻറ്ററിൽ കനം കൂടുതലാണെങ്കിൽ സെൻറ്ററിൽ ഇതേപോലെ ഇങ്ങനെ തിരിപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈഡിലേക്ക് തിരിപ്പിക്കാം. അപ്പോൾ അതിങ്ങനെ നീണ്ടു വരും. അത് മാവ് നല്ല സോഫ്റ്റായാൽ മാത്രമേ ഇതേപോലെ ഇങ്ങനെ വരുള്ളൂ. എല്ലാ സൈഡും ഒരേപോലെ വരണം. അപ്പോൾ ഏതെങ്കിലും സൈഡ് കനം കൂടുതൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കൂടുതൽ തിരിപ്പിച്ച് കൊടുക്കുക. ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇത് ഇതേപോലെ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഇതേപോലെ മടങ്ങി വരികയും ചെയ്യണം. അത് മാവ് നല്ല സോഫ്റ്റ് ആയിരുന്നാൽ മാത്രമേ ഇതേപോലെ വരുള്ളൂ. ഇതിനകത്ത് നിന്ന് ഓരോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ കനത്തിൽ വരാൻ വേണ്ടിയിട്ട് നോക്കണം. അത് ഇതേപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതിപ്പോൾ എത്ര പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 27. ഇത് ഇപ്പോൾ 27 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 26 പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പപ്പടം പരത്തിയെടുക്കാം. പപ്പടം പരത്തിയെടുക്കുന്നത് സാധാരണ ട്രഡീഷണലായിട്ട് പപ്പടം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അവർ ഇട്ട് കൊടുക്കുന്ന പൊടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ പൊടിച്ച പൊടിയാണ്. കപ്പ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിഴങ്ങ് കൊള്ളി എന്നൊക്കെ പറയില്ലേ, ആ കപ്പ പൊടിച്ച പൊടി ഇട്ടിട്ടാണ് അവർ പരത്തിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ അങ്ങനത്തെ പൊടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മൈദപ്പൊടി ഇട്ടിട്ട് ഇത് പരത്തിയിട്ട് എടുക്കാം. ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തണം. ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇത് പപ്പടത്തിൻ്റെ അതേപോലെ കറക്റ്റ് ഷേപ്പിൽ വരില്ല. പക്ഷെ അത് കുഴപ്പമില്ല. ഏറ്റവും ലാസ്റ്റ് നമുക്കത് അതേപോലെ കറക്റ്റ് ഷേപ്പിൽ എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഏറ്റാദ്യം ഇതേപോലെ ഓരോ ചെറിയ പീസായിട്ട് വയ്ക്കുക. ഈ പീസ് കൈ കൊണ്ട് ഇങ്ങനെ ഏറ്റാദ്യം പതുക്കൊന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. കഴിഞ്ഞിട്ട് ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തണം.
നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അവർ പരത്തിയിരിക്കണ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എത്ര കനം കുറച്ച് പരത്താൻ പറ്റണോ അത്രയ്ക്കും കനം കുറച്ചിട്ട് പരത്തണം. ഞാനിവിടെ നല്ല കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ ഇത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല, അത്രയ്ക്കും കനം കുറവാണ് ഇതിന്. എല്ലാനും ഇതേപോലെ തന്നെ പരത്തിയിട്ടെടുക്കുക. മൈദപ്പൊടി നിങ്ങൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ചിലപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഹോൾ വരും. ഇതൊന്ന് കുടഞ്ഞിട്ട് ഇതിന്മേലുള്ള ഈ പൊടിയൊക്കെ കളയാം. ഇതേപോലെ ഇങ്ങനെ ഭയങ്കര കനം കുറച്ചിട്ടിരിക്കണം പപ്പടം നമ്മൾ പരത്തിയെടുത്ത് കഴിയുമ്പോൾ. ഇതിനെ നമുക്ക് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കറക്റ്റ് പപ്പടത്തിൻ്റെ ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അടപ്പ് നിങ്ങളുടെ അടുത്ത് അതിനുള്ള കറക്റ്റുള്ള അടപ്പെടുത്തിട്ട് ഇത് കട്ട് ചെയ്യുക. കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു അടുപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എങ്ങനത്തെയാണ് ഇതിന് കറക്റ്റ് ഭാഗമായിട്ടുള്ള അടുപ്പുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ അമർത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കത്തി വെച്ചിട്ട് ഈ കട്ട് ചെയ്ത് മാറ്റണ പീസും ഇതും നമുക്ക് സെപ്പറേറ്റ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പടം എല്ലാനും ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാനും ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിനകത്ത് പൊടി ഉണ്ടെങ്കിൽ നിങ്ങളിത് പൊടി നന്നായിട്ട് പൊട്ടിക്കളയണം. ഇത് കഴിഞ്ഞിട്ട് ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കുക. ഇത് അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ തണുത്തിട്ട് ഇതേപോലെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കണേനും ഇത് നമുക്ക് ഓയിലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഉണക്കിയെടുത്താൽ മാത്രമേ ഇത് വറുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് ഓയിലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ തളർന്ന് കിടക്കണേനും അത് ഓയിലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. പിന്നെ ഇത് കേടാവാതിരിക്കാനും വേണ്ടിയിട്ട് ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ഈ പപ്പടം ഉണക്കിയെടുക്കുന്നത്. ഞാനിവിടെ പപ്പടം ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പടം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഈ പപ്പടം എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഈ പപ്പടം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അപ്പോൾ പപ്പടം വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം പപ്പടം ഇടാൻ വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ പപ്പടം നന്നായിട്ട് പൊമ്പളിച്ചിട്ട് വരുള്ളൂ. നമുക്കൊരു ചെറിയ കഷ്ണം ഏറ്റാദ്യം ഒന്ന് പൊടിച്ചിട്ട് നോക്കാം ഓയിൽ ചൂടായോ എന്ന്. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പപ്പടം ഇടാം. പപ്പടം ഇടുമ്പോൾ ഇതിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെളിച്ചെണ്ണയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം ഇതേപോലെ. ഇപ്പോൾ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഈ പപ്പടം ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അത് നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ പപ്പടം ഇതേപോലെ നന്നായിട്ട് കൊമ്പളിച്ചിട്ട് വരുള്ളൂ. പിന്നെ പപ്പടം ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പപ്പടം ശരിക്കും ഉണങ്ങി കിട്ടും. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ലൈറ്റിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഉണക്കിയെടുക്കണം. ഓവൻ്റെ ഉള്ളിൽ വാമാക്കി വെച്ചിട്ട് പപ്പടം ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കരുത്. അപ്പോൾ വിഷുവിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.
ഞാൻ ഇത്രയും നാൾ ചെയ്തേക്കുന്ന റെസിപ്പികളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള റെസിപ്പി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം പപ്പടം ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ഉള്ളവർ എനിക്ക് വാട്സപ്പിൽ എൻ്റെ ഫോട്ടോസും അയച്ചു തരണം.